വെൽക്കം ടു Manorama Horizon. ഞാൻ നിങ്ങളുടെ ബെനൂമിസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രേഡ് 10ലെ ലാസ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് പ്രോബബിലിറ്റി. ആദ്യം തന്നെ ഇതിൻ്റെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. സപ്പോസ് ഒരു ടീം ജയിക്കുമോ ഇല്ലയോ, ദ വിന്നിങ് ചാൻസസ് എത്രയാണ്, അല്ലെങ്കിൽ അത് ലോസ് ആവാനുള്ള ചാൻസസ്, എസ്പെഷ്യലി ക്രിക്കറ്റൊക്കെ നമ്മൾ മാച്ച് കാണുമ്പോൾ അതിൽ വിന്നിങ് സ്റ്റേറ്റസ് കാണിക്കാറുണ്ട് അല്ലേ, വിന്നിങ് എത്ര ചാൻസസ് ഉണ്ട് അല്ലെങ്കിൽ ലോസ് ആവാനുള്ള ചാൻസസ് എത്ര ഉണ്ടെന്നൊക്കെയുള്ളത്. ദാറ്റ് ഈസ് ആക്ച്വലി റിലേറ്റഡ് ടു പ്രോബബിലിറ്റി. അതേപോലെ തന്നെ നമ്മൾ ഒരു എലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ എത്രയും നമ്മൾ ആഗ്രഹത്തോടെ നോക്കിയിരിക്കുന്നതാണ് ഏത് പാർട്ടി ജയിക്കുമെന്നൊക്കെ. അവിടെയും എന്താണ്, പ്രോബബിലിറ്റി കംസ് ടു ദി പിക്ചർ. What is the theory behind probability ആണ് അല്ലേ? Something related to the chance അല്ലേ? So what is actually probability? Probability എന്ന് പറയുന്നത് I told you chance ആണ് അല്ലേ, എത്ര ജയിക്കാം അല്ലെങ്കിൽ എത്ര ലോസ് ആവും. ഇൻ ടേംസ് ഓഫ് നമ്മൾ ഡെഫിനിഷൻ പറയുമ്പോൾ what is actually a probability? It is a measure of the likelihood of an event to occur. ഒരു ഇവന്റ് ഒക്കർ ചെയ്യാൻ ഉള്ള ലൈക്ലിഹുഡിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ് ആക്ച്വലി എന്ത്, പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. That means one can predict only the chance of an event to occur. അതൊരു പ്രഡിക്ഷൻ ആണ്, ഇന്ന് മഴ പെയ്യുമോ മഴ പെയ്യാതിരിക്കാനുള്ള ചാൻസസ് എത്രയാണ്. So it is actually predicting the chance of an event to occur, how likely they are going to happen. ഇതിനെയെല്ലാം കാണിക്കുന്നതാണ് എന്ത്, പ്രോബബിലിറ്റി. എത്രമാത്രം ചാൻസസ് ആണ് അല്ലെങ്കിൽ ആ ഒരു ഇവന്റ് ഒക്കർ ചെയ്യാൻ എത്ര ചാൻസസ് ഉണ്ട്, ദാറ്റ് ഈസ് ആക്ച്വലി പ്രഡിക്ഷൻ അല്ലേ. സോ ദാറ്റ് പ്രഡിക്ഷൻ ചിലപ്പോൾ ശരിയാവാം, ചിലപ്പോൾ അതിൽ ഒക്കർ അല്ലാതെയും ആവാം. ഓക്കെ, സോ ഇൻ ടേംസ് ഓഫ് ഞാൻ പറഞ്ഞു അതിൻ്റെ ഒരു തിയറട്ടിക്കൽ പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇതാണ്. ദാറ്റ് ഇസ് പി ഓഫ് ഇ എന്ന് പറയുന്നത്, ഇറ്റ് ഇസ് എ പ്രോബബിലിറ്റി ഓഫ് ഇവന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. അതായത് എത്രമാത്രം ഫേവറബിൾ ഔട്ട്കംസ് ഉണ്ട്, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്കമ്മിന് എത്രമാത്രം ഫേവറബിൾ ഉണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. ഒരു എക്സ്പെരിമെൻറ്റ് നടത്തുമ്പോൾ അതിൽ എത്ര ഔട്ട്കംസ് അല്ലെങ്കിൽ എത്ര എല്ലാ റിസൾട്ടും കൂടെ ആഡപ്പ് ചെയ്യുന്നതാണ് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് കിട്ടുന്നത്. So this is actually the definition related to probability. What is the definition? Says P of E is equal to number of favorable outcomes divided by total number of outcomes. Also നമ്മൾ റിമെമ്പർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, പ്രോബബിലിറ്റി P of E എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഇറ്റ് ലൈസ് ബിറ്റ്വീൻ എ സർട്ടൻ റേഞ്ച്. അത് ഏതാണ് ആ റേഞ്ച് എന്ന് പറയുന്നത്, ബിറ്റ്വീൻ 0 and 1. ഇപ്പം നമ്മളിപ്പം ടെസ്റ്റ് ചെയ്യാൻ പറയുവാണ്, ഒരു നമ്പർ തരുന്നുണ്ട്, അത് പ്രോബബിലിറ്റി അത് പ്രോബബിൾ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, ഇഫ് ദാറ്റ് വാല്യൂ ഇസ് ലൈങ് ബിറ്റ്വീൻ 0 and 1 then we can say it is a പ്രോബബിലിറ്റി അല്ലേ. അതായത് 0യ്ക്കും 1നും ഇടയ്ക്ക് ആ പ്രോബബിലിറ്റി, നമുക്ക് കിട്ടുന്ന ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0യ്ക്കും 1നും ഇടയ്ക്ക് കിടക്കണം. ഇനി അതല്ല 1ന് എബോവ് പോവുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ പ്രോബബിലിറ്റി കേസ്, ആൻഡ് 0യ്ക്ക് താഴെ വരുവാണെങ്കിലും അത് പ്രോബബിലിറ്റി കേസ് ആയിരിക്കത്തില്ല. സോ എപ്പോഴും പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിറ്റ്വീൻ ദ ലൈസ് ബിറ്റ്വീൻ 0 and 1, ഇൻക്ലൂഡിങ് 0 and 1. either 0 ആവാം 1ഉം ആകാം അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ആയിരിക്കണം. സോ 0ഉം 1ഉം ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ആൻഡ് ഓൾസോ റിമെമ്പർ സം ഓഫ് ഓൾ പ്രോബബിലിറ്റീസ്. നമ്മളൊരു എക്സ്പെരിമെൻറ്റ് നടത്തി കഴിയുമ്പോൾ ത്രൂ എക്സാമ്പിൾസ് യു വിൽ അണ്ടർസ്റ്റാൻഡ്, യു വിൽ ഗെറ്റ് ടു നോ മോർ അബൌട്ട് ഇറ്റ്. ഇപ്പോൾ സം ഓഫ് പ്രോബബിലിറ്റീസ് എന്ന് പറയുന്നത് വാല്യൂ എപ്പോഴും എത്ര ആയിരിക്കും, 1 ആയിരിക്കും. അതായത് ഞാനൊരു കോയിൻ ടോസ് ചെയ്യുന്നു, ആ കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഐദർ എനിക്ക് ഹെഡ് കിട്ടാം അല്ലെങ്കിൽ ടെയിൽ കിട്ടാം അല്ലേ. അപ്പോൾ ഹെഡ് കിട്ടുന്നതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 out of 2 ആണ്. അതേപോലെ തന്നെ ടെയിൽ കിട്ടാനുള്ള ചാൻസസ് എത്രയാണ്, 1 out of 2 ആണ്. ഞാൻ ഈ 1 out of 2-ലെ 1/2 എന്ന് പറയുന്നത് ഹെഡ് കിട്ടാനുള്ളതും അടുത്ത 1/2 എന്ന് പറയുന്നത് ടെയിൽ കിട്ടാൻ. കാര്യം ആ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തുമ്പം മാക്സിമം എനിക്ക് അത്രേ കിട്ടുള്ളൂ അല്ലേ, ഒന്നെങ്കിൽ ഒരു ഹെഡ് അല്ലെങ്കിൽ ഒരു ടെയിൽ അല്ലേ. ദ കേസസ് വിത്ത് ഓൺലി 1 കോയിൻ ടോസിങ് അല്ലേ. അപ്പം ആ 1/2 + 1/2 ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എത്രയാണ് ടോട്ടൽ കിട്ടുന്നത്, ഇറ്റ് ഈസ് 1. സോ ദാറ്റ് ഈസ് ആക്ച്വലി മീനിങ് ദ സം ഓഫ് ഓൾ പ്രോബബിലിറ്റീസ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. ഇതൊരു സിമ്പിൾ എക്സ്പെരിമെൻ്റ് ആണ്, കോയിൻ ടോസിങ് വിത്ത് എ സിംഗിൾ കോയിൻ എന്നുള്ളത്. അതേപോലെ നമുക്ക് 2 കോയിൻ വെച്ച് ചെയ്യാം അല്ലെങ്കിൽ 3 കോയിൻസ് വെച്ച് ചെയ്യാം. സോ ഡിപ്പെൻഡ് ഓൺ ദ എക്സ്പെരിമെൻറ്റ് നമ്മുടെ ആ ഔട്ട്കംസും അതേപോലെ തന്നെ നമ്മളുടെ ഇവൻറ്റും എല്ലാം ചേഞ്ച് ആവും. അണ്ടർസ്റ്റുഡ്? നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പോകുന്നത് സംതിങ് റിലേറ്റഡ് ടു ഒരു എക്സ്പെരിമെൻ്റ് ആണിത്. ആക്ച്വലി ഞാൻ ഇവിടെ ഒരു ബോക്സിനകത്ത് കുറച്ച് സെറ്റ് ഓഫ് ബോൾസ് വെച്ചിട്ടുണ്ട്. എത്ര ബോൾസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ബ്ലൂ ബോൾ, 2 റെഡ് ബോൾസ്, 2 യെല്ലോ ആൻഡ് 2 ഗ്രീൻ ബോൾസ്. അപ്പം ഞാനിതിൽ നിങ്ങളോട് ചോദിക്കുവാണ്, വാട്ട് ഈസ് എ പ്രോബബിലിറ്റി, അതായത് ഗ്രീൻ ബോൾ ഞാൻ നോക്കാതെ ആ ബോക്സിൽ നിന്ന് എനിക്ക് ഗ്രീൻ ബോൾ പിക്ക് ചെയ്യാനുള്ള ചാൻസസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം
അപ്പോൾ യൂഷ്വലി ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ നമുക്കിപ്പോൾ ജയിക്കാം, ജയിക്കത്തില്ല, അല്ലെങ്കിൽ ഇത് ഹാപ്പൻ ചെയ്യാം, അല്ലെങ്കിൽ ഗ്രീൻ ബോൾ എടുക്കാം എന്നൊക്കെ നമ്മൾ പറയുന്ന ആക്ച്വലി ഒരു പ്രഡിക്ഷൻ ആണ് അല്ലേ. നമുക്ക് ചാൻസ് കിട്ടാമായിരിക്കാം, കിട്ടത്തില്ലായിരിക്കാം. പക്ഷേ നമ്മളിവിടെ പ്രൊബബിലിറ്റിയിൽ എന്താണ് ചെയ്യുന്നത്, ലൈക്ക് അതിനെ ഇൻ ടേംസ് ഓഫ് ഒരു നമ്പറിൻ്റെ ഫോർമാറ്റിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. അപ്പം നമ്പർ പറയുമ്പം നമുക്ക് ഒരു മനസ്സിലാവും അല്ലേ. ഒരു കോമൺ മനുഷ്യനാണെങ്കിലും ഒരു നമ്പർ, അതായത് ഇതിൽ 1 out of 2 എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാവും, അതായത് ഹാഫ് ചാൻസസ് ഉണ്ട് ഒക്കർ ചെയ്യാൻ, അല്ലെങ്കിൽ 50% ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ 60% ചാൻസ് ഉണ്ട് ഉണ്ടാവാനെന്നുള്ള ചാൻസ് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എന്താണ് അത് മനസ്സിലാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പ്രൊബബിലിറ്റി ഇൻ ടേംസ് ഓഫ്, അതായത് നമ്പേഴ്സിൻ്റെ വേയിൽ നമ്മൾ പ്രൊബബിലിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്, വാട്ട് ഈസ് എ പോസിബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഗ്രീൻ ബോൾ. അപ്പം നമുക്കറിയാം ആസ് പെർ നമ്മുടെ ഡെഫിനിഷൻ നമ്മൾ നേരത്തെ കണ്ടു, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഗ്രീൻ ബോൾ. ഇവിടെ നമ്മുടെ ഇവന്റ് എന്താണ്, ഇവന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പോസിബിൾ ഔട്ട്കം അല്ലേ. അപ്പോൾ ഇവിടെ എനിക്ക് ഗ്രീൻ ബോൾ പിക്ക് ചെയ്യാനുള്ള ചാൻസ് എത്ര ആണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഗ്രീൻ ബോൾ എത്ര എണ്ണം ഉണ്ട്, എനിക്ക് ടോട്ടൽ 2 ഗ്രീൻ ബോൾ ആണുള്ളത് അല്ലേ. അപ്പം നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കമിൽ എന്താണ് 2 ഔട്ട് ഓഫ് ടോട്ടൽ ഔട്ട്കം എത്ര ഉണ്ട്, അതായത് എനിക്ക് 2 ബ്ലൂ 2 റെഡ് 2 യെല്ലോ 2 ഗ്രീൻ, ടോട്ടൽ എത്ര ഉണ്ട്, എല്ലാ ബോൾസും കൂടെ 8 ബോൾസ് ഉണ്ട്. സോ 2 out of 8 വിൽ ബി ദ പ്രോബബിലിറ്റി അല്ലേ. സോ എന്താ ചെയ്യേണ്ടത്, എത്ര ഗ്രീൻ ബോൾ എനിക്ക് കിട്ടും ഡിവൈഡഡ് ബൈ ടോട്ടൽ ആ ബോക്സിനകത്തുള്ള എല്ലാം കൂടെ. സോ ഇറ്റ് ഇസ് 2/8 അല്ലേ, 2 4 6 8. അപ്പോൾ 2/8 എത്ര, 1/4. സോ 1/4 ചാൻസസ് ആണ് എനിക്ക് എന്ത് ഗ്രീൻ ബോൾ കിട്ടാനുള്ള പോസിബിലിറ്റി അല്ലെങ്കിൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇനി അതേപോലെ ബ്ലൂ ബോൾ നോക്കിയാലോ, ബ്ലൂ ബോൾ നോക്കിയാലും എനിക്ക് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്, 2/8, ബിക്കോസ് ഇറ്റ്സ് കണ്ടെയ്ൻസ് അഗെയിൻ 2 ബ്ലൂ ബോൾസ് അല്ലേ. 2 out of 8 തന്നെയായിരിക്കും, ദാറ്റ് ഈസ് അഗെയിൻ 1/4. ഇനി റെഡ് ബോൾ നോക്കിയാലും യെല്ലോ ബോൾ നോക്കിയാലും എല്ലാം നോക്കിയാലും എനിക്ക് എത്രയാണ് കിട്ടാനുള്ള ചാൻസസ്, 1/4, ബിക്കോസ് ആ ബോക്സിനകത്ത് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന എല്ലാ ഡിഫറെൻറ്റ് കളർ ബോൾസും എത്ര 2 വീതമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്താണ് ഈക്വലി ലൈക്ലി ഔട്ട്കംസ് എന്ന് പറയാം. അതായത് ഗ്രീൻ എടുത്താലും യെല്ലോ എടുത്താലും എല്ലാത്തിനും എങ്ങനെയാണ് ചാൻസസ് ഉണ്ടാകുന്നത്, 1 out of 4 ആണ് അല്ലേ, ദാറ്റ് ഈസ് 1/4. സോ അതെന്താണ് ഈക്വലി ലൈക്ലി ഔട്ട്കംസ് എന്ന് നമ്മൾ പറയും. അതായത് എല്ലാം ഈക്വൽ ആയിട്ടാണ് ഒക്കർ ചെയ്യാനുള്ള ചാൻസസ്. അങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ ഈക്വലി ലൈക്ലി ഔട്ട്കംസ് എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ കേസസ് നമുക്ക് അങ്ങനെ തന്നെ ആവണമെന്നില്ല, അല്ലാത്ത കേസസും വരും. അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ നമുക്കിത് ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. അതായത് ഇതൊരു കപ്പ് കേക്ക്, ഇതിൽ ഞാൻ കുറച്ച് ക്യാൻഡിൽസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാൻഡിൽസിൽ നിന്ന് നമുക്ക് ഇതിൽ നിന്ന് എന്തൊക്കെയാണ് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്, എത്ര റെഡ് ക്യാൻഡിൽസ് ഉണ്ട്, അതേപോലെ തന്നെ എത്ര യെല്ലോ ക്യാൻഡിൽസ് ഉണ്ട്, ബ്ലൂ ക്യാൻഡിൽസ് എത്ര ഉണ്ട്, അതേപോലെ ഗ്രീൻ ക്യാൻഡിൽസ് എത്ര ഉണ്ട്. അപ്പോൾ ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡിഫറെൻറ്റ് കളർ ക്യാൻഡിൽസ് ഉണ്ടെന്ന് അറിയാം. അപ്പോൾ റെഡ് ഇതിൽ എത്ര എണ്ണം ഉണ്ട്, 1 2 3 അല്ലേ, 3 റെഡ് ഉണ്ടെന്ന് മനസ്സിലായി. ഇനി യെല്ലോയിൽ എത്ര എണ്ണം ഉണ്ട്, 1 2 യെല്ലോ അല്ലേ. ബ്ലൂ ക്യാൻഡിൽസും 2 ആണുള്ളത്. ഗ്രീൻ ക്യാൻഡിൽസും എഗെയിൻ നോക്കിക്കഴിഞ്ഞാൽ 1 2 ആണുള്ളത്. സോ ഇതൊരു ഈക്വലി ലൈക്ലി എന്ന് പറയാൻ പറ്റുമോ, ഇല്ല. കാര്യം റെഡ് ബോൾ കിട്ടാനുള്ള ചാൻസസ് നോക്കിക്കഴിഞ്ഞാൽ പി ഓഫ് റെഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 3 റെഡ് ബോൾസ്, അത് ഫേവറബിൾ ആയിട്ടുള്ളതാണ്. ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര ഉണ്ട്, 3 + 2 5, 5 + 2 7 + 2 9, 3/9, ദാറ്റ് ഇസ് 1/3. ഇനി ഒരു ഗ്രീൻ ബോൾ കിട്ടാനുള്ളതോ പ്രോബബിലിറ്റി എത്രയാണ്, 2/9 ആയിരിക്കും. ഇസ് ദാറ്റ് ബോത്ത് സെയിം, നോ. സോ അതുകൊണ്ട് തന്നെ ഇതൊരു ഈക്വലി ലൈക്ലി ഔട്ട്കംസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ചില എക്സ്പെരിമെൻറ്റ്സ് ഈക്വലി ലൈക്ലി ആയിരിക്കും, ചില എക്സ്പെരിമെൻറ്റ്സ് ഈക്വലി ലൈക്ലി അല്ലാത്ത കേസസും വരാം. അണ്ടർസ്റ്റുഡ്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പ്രോബബിലിറ്റിയിൽ മെയിൻലി എന്താണ് കുറച്ച് ടേംസ് ഒക്കെ ഇപ്പം നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ടേംസ് ഓർ ഡെഫിനിഷൻസ് റിലേറ്റഡ് ടു ദിസ് ചാപ്റ്റർ പ്രോബബിലിറ്റി. അതിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്, എക്സ്പെരിമെൻറ്റ് എന്നുള്ളതാണ്. വാട്ട് ഈസ് ആക്ച്വലി എക്സ്പെരിമെൻറ്റ്? എക്സ്പെരിമെൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് നമ്മൾ ഒരു പ്രോസസ്സ്, അതായത് ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്തു, ദാറ്റ് ഈസ് ആക്ച്വലി എൻ എക്സ്പെരിമെൻറ്റ് അല്ലെ. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പ്രോസസ് ഓഫ് ഗെറ്റിംഗ് എ റിസൾട്ട്. ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ കോയിൻ ടോസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എക്സ്പെരിമെൻറ്റ് എന്നുള്ളത്. അപ്പം എക്സ്പെരിമെൻറ്റിൽ നമുക്കിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ
ഏത് എക്സ്പെരിമെൻ്റ് ആണ് നമുക്കിപ്പോൾ എടുക്കാൻ പറ്റുന്നത്? സപ്പോസ് ഇപ്പോൾ ടോസിങ് 2 കോയിൻസ് സൈമുൾട്ടേനിയസ്ലി. മുമ്പ് ഒരു കോയിൻ്റെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ടോസിങ് 2 കോയിൻസ് സൈമുൾട്ടേനിയസ്ലി. ഇപ്പോൾ 2 കോയിൻസ് സൈമുൾട്ടേനിയസ്ലി നമ്മൾ ടോസ് ചെയ്യുമ്പോൾ അത് എന്താണ് ആക്ച്വലി? ആ 2 കോയിൻ ടോസ് ചെയ്യുന്നത് എന്താണ്? ഒരു എക്സ്പെരിമെൻ്റ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാലോ, വാട്ട് ഈസ് ദ ടേം? സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസ് എന്ന് പറയുമ്പോൾ എന്താണ്? സാമ്പിൾ സ്പേസ് ഇറ്റ്സ് എ സ്പേസ് അല്ലേ? അതായത് ആക്ച്വലി എന്താണ്? നമ്മുടെ പ്രോബബിലിറ്റിയിൽ നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് നടത്തി കഴിയുമ്പം അതിൽ സെറ്റ് ഓഫ് ഔട്ട്കംസ് ഉണ്ടല്ലേ? ആ എല്ലാ പോസിബിൾ ഔട്ട്കംസിനെയും കൂടെ വിളിക്കുന്ന പേരാണ് സാമ്പിൾ സ്പേസ്. ഇപ്പം നമ്മൾ എടുത്ത എക്സ്പെരിമെൻറ്റ് 2 കോയിൻ ഒരേ സമയത്ത് ടോസ് ചെയ്യുന്നതാണെങ്കിൽ അതിൽ കിട്ടാവുന്ന സാമ്പിൾ സ്പേസ് ഏതൊക്കെയായിരിക്കും? HH, HT, TH, TT, where H stands for head and T stands for tail. അതായത് 2 ഹെഡ് വീരാം, 2 കോയിനിലും ഒരേ സമയം എന്താ ഹെഡ് വീരാം, അല്ലെങ്കിൽ ഒരു ഹെഡും ടെയിലും ആവാം, അല്ലെങ്കിൽ ടെയിലും ഹെഡ് ആവാം, അല്ലെങ്കിൽ രണ്ടും ടെയിലാവാം. ഇത്രയും ഔട്ട്കംസ് അല്ലേ പറ്റുള്ളൂ. സോ ആ എല്ലാ ഔട്ട്കംസിനെയും കൂടെ എടുത്തെഴുതുന്നതാണ് എന്ത്? സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഓർ ദ ഡെഫിനിഷൻ ഇസ് ഇറ്റ് ഈസ് ദി സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് ആൻ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ പോസിബിൾ ഔട്ട്കംസിൻ്റെ എല്ലാം കൂടെ സെറ്റിനെ വിളിക്കുന്ന പേരാണ് സാമ്പിൾ സ്പേസ്. അണ്ടർസ്റ്റുഡ്? ഇനി നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്? ഇവൻറ്റ്. ഇപ്പോൾ ഇത്രയും നമ്മൾ ഇടയ്ക്ക് കേട്ടു അല്ലേ, വാട്ട് ഈസ് ആൻ ഇവൻറ്റ് എന്നുള്ളത്. ഇവൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഒരു പോസിബിൾ ഔട്ട്കമ്മിനെ വിളിക്കുന്ന പേരാണ് ഇവൻറ്റ്. അപ്പോൾ നമ്മൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പോസിബിൾ ഇവൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഐ എം ആസ്കിങ് യു വാട്ട് ഈസ് എ പോസിബിലിറ്റി അല്ലെങ്കിൽ വാട്ട് ഈസ് എ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 ഹെഡ്? ദാറ്റ് ഈസ് ആൻ ഇവൻറ്റ് ആക്ച്വലി. നൗ വാട്ട് ഈസ് എ പോസിബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1 ഹെഡ് 1 ടെയിൽ? അത് എന്താണ്? ഒരു ഇവൻറ്റ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. സോ നമുക്ക് ക്വസ്റ്റ്യന് തരുന്നത് എന്താണ്? വാട്ട് ഈസ് എ പോസിബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ 2 ഹെഡ് അല്ലെങ്കിൽ പോസിബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1 ഹെഡ് 1 ടെയിൽ? അതൊക്കെ എന്താണ്? ഒരു ഇവൻ്റ് ആണ്. ദാറ്റ് ഈസ് ആക്ച്വലി പോസിബിൾ ഔട്ട്കം ഓഫ് ആൻ എക്സ്പെരിമെൻറ്റ്. ഇനി ഔട്ട്കം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് എ പോസിബിൾ റിസൾട്ട്. അപ്പം ഇതെല്ലാം എന്താണ്? സാമ്പിൾ സ്പേസിലുള്ള ഓരോന്നിനെയും വിളിക്കുന്ന പേരാണ് ഔട്ട്കം എന്നുള്ളത്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ TT എന്ന് പറയുന്നത് ഒരു പോസിബിൾ ഔട്ട്കം ആണ് അല്ലേ? അതേപോലെ HH ഒരു പോസിബിൾ ഔട്ട്കം. ഈ ഔട്ട്കംസിനെ എല്ലാം കൂടെ ഒരുമിച്ചെഴുതുന്നതാണ് സാമ്പിൾ സ്പേസ്. അണ്ടർസ്റ്റുഡ്? സോ ഈ ഒരു ടേംസ് ഒക്കെയാണ് നമ്മുടെ ഈ ഒരു പ്രോബബിലിറ്റി ചാപ്റ്ററിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട ബേസിക് ടേംസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദാറ്റ്? എക്സ്പെരിമെൻറ്റ്, ദെൻ സാമ്പിൾ സ്പേസ്, ദെൻ ഇവൻറ്റ് ആൻഡ് ഔട്ട്കം. ഈ 4 ടേംസ് ഒന്ന് ഓർത്തിരിക്കണം. അണ്ടർസ്റ്റുഡ്? നെക്സ്റ്റ് വരുന്നത് ഡിഫറെൻറ്റ് ഇവൻറ്റ്സിനെ പറ്റിയാണ്. ഇപ്പോൾ ഡിഫറെൻറ്റ് ഇവൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്ക് ഒന്ന് കാണാൻ പറ്റുന്ന കോംപ്ലിമെൻ്ററി ഇവൻറ്റ്സ് ഉണ്ടായിരിക്കും. കോംപ്ലിമെൻ്ററി ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പം ഞാനും വേറൊരാളും കൂടെ ഉണ്ട്. അപ്പം എനിക്ക് വിൻ ചെയ്യാനുള്ള സക്സസ് റേറ്റ് അല്ലെങ്കിൽ സക്സസ് റേറ്റ് പറയുകയാണ് 0.45 എന്നുള്ളത്. അപ്പം മറ്റേ ആൾ ജയിക്കാനുള്ള ചാൻസ് കാണാൻ ഞാൻ എന്ത് ചെയ്യണം? കാര്യം എനിക്ക് ടോട്ടൽ എൻ്റെ പ്രോബബിലിറ്റി 1 ആണ് അല്ലേ? സോ 1ൽ ഈ 0.45 ഞാൻ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മറ്റേ ആൾ ജയിക്കാനുള്ള ചാൻസസ് കാണാൻ പറ്റുമല്ലോ. സോ ദാറ്റ് ഈസ് ആക്ച്വലി കോംപ്ലിമെൻ്ററി. ദാറ്റ് ഈസ് P of E. അതായത് ഫോർ ആൻ ഇവൻറ്റ് E ആണെങ്കിൽ നമുക്കിപ്പം ഒരു ഇവൻറ്റിനെ E ആയിട്ട് എടുക്കാം. സോ ഫോർ ആൻ ഇവൻറ്റ് E അതിനകത്തിൽ P of E എന്ന് പറയുന്നത് ദ പോസിബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദാറ്റ് പെർട്ടിക്കുലർ ഇവൻറ്റ് പ്ലസ് P of E bar, where E ബാറിനെയാണ് കോംപ്ലിമെൻ്റ് എന്ന് വിളിക്കുന്നത്, ഇസ് ഈക്വൽ ടു 1. സോ P of E പ്ലസ് P of E കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു എത്ര ആയിരിക്കും? 1 ആയിരിക്കും. അതായത് അതിൽ നിന്ന് തന്നെ നമുക്ക് P of E കോംപ്ലിമെൻറ്റ് കിട്ടുമല്ലോ, വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് P of E. അതായത് ഒരാളുടെ വിന്നിങ് ചാൻസസ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. ഒരാളുടെ വിന്നിങ് ചാൻസസ് 0.45 ആണെങ്കിൽ മറ്റേ ആളുടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 മൈനസ് 0.45 ചെയ്താൽ മതി. സോ അങ്ങനത്തെ ഇതൊക്കെയാണ് ഇവൻറ്റ്സിന് വിളിക്കുന്ന പേരാണ് കോംപ്ലിമെൻ്ററി ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇവൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇംപോസിബിൾ ഇവൻറ്റ്. ഇംപോസിബിൾ ഇവൻറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഇംപോസിബിൾ, സംതിങ് വിച്ച് ഇസ് നോട്ട് പോസിബിൾ അല്ലേ? നടക്കാൻ പറ്റാത്തത്. അപ്പം നമ്മളിപ്പോൾ ഒരു ഡൈസ് ത്രോ ചെയ്യുന്നു. ഡൈസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൽ 1 2 3 4 5 6 എന്ന് പറഞ്ഞിട്ട് ഡോട്ട്സ് ഉണ്ടാവും അല്ലേ? അപ്പം നമ്മൾ ത്രോ ചെയ്യുമ്പോഴത്തേക്കിന് ഐദർ 1 ആകാം 2 ആവാം അല്ലെങ്കിൽ 6 വരെയുള്ള ഏത് നമ്പർ വേണേലും ആവാം അല്ലേ? ഒരു സിംഗിൾ ഡൈയുടെ കേസാണ് പറയുന്നത്. അപ്പോൾ ആ 6 അല്ലാതെ ഞാനിപ്പോൾ ചോദിക്കുകയാണ്, is there any possibility of getting a number 8? അല്ലെങ്കിൽ is there any possibility of getting number 12 in that single die? ആ സിംഗിൾ ഡൈയിൽ എനിക്ക് 8 അല്ലെങ്കിൽ 9 അല്ലെങ്കിൽ 12 കിട്ടാനുള്ള ചാൻസസ് ഉണ്ടോ? ഇല്ല അല്ലേ? സോ അവിടെ ഇമ്പോസിബിൾ ഇവൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? P of E എന്ന് പറയുന്നത് വെറും
0 ആണ്. കാര്യം അത് നടക്കാൻ ചാൻസ് ഇല്ലാത്ത, അതായത് 8 ഒരു ഡൈയിൽ 6 വരെ ഉള്ള നമ്പേഴ്സ് കാണിക്കുന്ന ഡൈയിൽ 8 അല്ലെങ്കിൽ 9 അല്ലെങ്കിൽ 6 അബോ ഉള്ള ഏത് നമ്പറും കാണിക്കാൻ എന്താണ് ഒരു ചാൻസസും ഇല്ല അല്ലേ. അപ്പം നമ്മൾ എന്ത് പറയും, അതിൻ്റെ പ്രോബബിലിറ്റി 0 ആണെന്നുള്ളൂ. സോ സച്ച് ഇവൻറ്റ്സ് ആർ കോൾഡ് ആസ് ഇംപോസിബിൾ ഇവൻറ്റ്സ്. അണ്ടർസ്റ്റുഡ്? നെക്സ്റ്റ് ഇവന്റ് എന്ന് പറയുന്നതാണ് ഷുവർ ഇവന്റ്. അപ്പം നടക്കാൻ ചാൻസ് ഇല്ലാത്ത കേസ് പറഞ്ഞു ഇംപോസിബിൾ ഇവന്റ്. ഇനി ഷുവർ ഇവന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് തീർച്ചയായിട്ടും നടന്നിരിക്കും. തീർച്ചയായിട്ടും നടന്നിരിക്കുന്ന കേസ് പറയുമ്പോൾ എന്താണ്, നമ്മൾ പറയും ദ പ്രോബബിലിറ്റി ഇസ് 1. കാര്യം അവിടെ എന്താണ്, അത്രയും ചാൻസസ് ആണ് ആ ഒരു ഇവന്റ് നടക്കാൻ. അപ്പം അവിടെ കേസ് എത്രയാണ്, P of E എന്ന് പറയുന്നത് 1 ആയിരിക്കും. നമ്മൾ കണ്ടു ഇംപോസിബിൾ ഇവന്റിൽ P of Eയുടെ എത്രയായിരിക്കും, 0 ആണ്. ബിക്കോസ് അത് നടക്കത്തില്ല. ഷുവർ ഇവന്റിൽ ഇറ്റ് ഈസ് പോസിബിളി അത് നടന്നിരിക്കും. ഇറ്റ് ഈസ് എ ഷുവർ. അപ്പം അതിന് വേറെ വാല്യൂ ഒന്നും എടുക്കാൻ പറ്റില്ല. അതിൻ്റെ ദ പോസിബിലിറ്റി ഓഫ് എ ഷുവർ ഇവന്റ് എപ്പോഴും എത്ര ആയിരിക്കും, ഇറ്റ് ഈസ് ഓൾവേസ് 1. മനസ്സിലായല്ലോ? ഇനിയും ഞാനപ്പോൾ ചോദിക്കുകയാണ്, ഒരു ഡൈ ത്രോ ചെയ്തു, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ നമ്പർ ലെസ് ദാൻ 7? ലെസ് ദാൻ 7 കിട്ടാനുള്ള ചാൻസസ് എത്രയാണ്? പോസിബിൾ ഔട്ട്കംസ് 6. ടോട്ടൽ ഔട്ട്കം എത്ര ഉണ്ട്, 6. സോ 6/6 എത്ര ആയിരിക്കും, 1 കിട്ടും. സോ അങ്ങനെയുള്ള കേസസിലൊക്കെ നമുക്ക് പറയാൻ പറ്റും ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ നമ്പർ ലെസ് ദാൻ 7 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഷുവർ ഇവന്റ് കേസ് ആണെന്നുള്ളത്. മനസ്സിലായോ? സോ ഈ 3 ഇവൻറ്റ്സ് ആണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ കണ്ടു കോംപ്ലിമെന്ററി ഇവന്റ്, ഇംപോസിബിൾ ഇവന്റ് ആൻഡ് ഷുവർ ഇവന്റ്. മനസ്സിലായോ? നെക്സ്റ്റ് ഇതിൽ ഒരു ചാർട്ട് പോലെ നിങ്ങൾക്ക് കാണിച്ചിരിക്കാം ഒന്നുകൂടെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടി. അതായത് ഇംപോസിബിൾ ഇവന്റ്, അതായത് നമ്മുടെ ഒരു ബാറുണ്ട്, അതിൽ കാണിച്ചിരിക്കുക ഇംപോസിബിൾ ഇവന്റ് ദ പ്രോബബിലിറ്റി വിൽ ബി 0, അൺലൈക്ലി, അതായത് 1 in 6 ചാൻസ് വരുന്നത് അത്രയും നടക്കാൻ ചാൻസ് ഇല്ലാത്തൊരു കേസാണ് അൺലൈക്ലി. അത്ര ലൈക്ലി അല്ല 1 out of 6 എന്ന് പറയുമ്പോഴത്തേക്കിന് അത് അൺലൈക്ലി കേസ് വരും. ഇനി ഇവൻ ചാൻസ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ മിഡിലിൽ കിടക്കുന്നത്, അതായത് നമ്മൾ ഹാഫ് ചാൻസസ് ആണെന്ന് പറയത്തില്ല, 50-50 ചാൻസ് ആണെന്ന് പറയത്തില്ല, അതാണ് ഇവൻ ചാൻസ് എന്ന് പറയുന്നത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇനിയും ഷുവർ ഇവൻറ്റിൻ്റെ സർട്ടൻ ഇവൻറ്റ് അല്ലെങ്കിൽ ഷുവർ ഇവൻ്റ് എന്ന് നമ്മൾ പറയും കേട്ടോ. ഷുവർ ഇവൻ്റ് ഓർ സർട്ടൻ ഇവൻറ്റ്, അതിൻ്റെ പ്രോബിലിറ്റി 1 ആണ്. ഇനി ഈ ഇവൻ ചാൻസിൻ്റെ ഷുവർ ചാൻസിൻ്റെ ഇടയ്ക്ക് കുറച്ചുകൂടെ പ്രോബിലിറ്റി, അതായത് നമ്മൾ 50% കഴിഞ്ഞിട്ട് പറയുന്ന കേസ് ഉണ്ടല്ലോ, അതായത് 70% ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ 80% ചാൻസ് ഉണ്ട്, അതാണ് ഇവിടെ വരുന്നത്. അതായത് കൂടുതലും ലൈക്ലി ആയിട്ടുള്ള ചാൻസസ്. 80% മഴ പെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും ഉറപ്പുള്ള ഒരു കാര്യമാണ് അല്ലേ, എന്നാൽ ഷുവറായിട്ട് നടക്കത്തുമില്ല. അപ്പം അതാണ് ലൈക്ലിയിൽ, അതല്ലെങ്കിൽ 4 in 5 ചാൻസ് എന്നൊക്കെ പറയത്തില്ലേ, അപ്പം അതെന്താണ് ലൈക്ലി ചാൻസ്. ഇത് ഈ ഒരു ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ പഠിച്ച ആ ഒരു ഇവൻറ്റുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാവാൻ വേണ്ടി ഈ പിക്ചർ ഇട്ടാൽ മനസ്സിലായോ? Now let's see some questions. Which of the following may be the probability of an event occurring? ഞാൻ പറഞ്ഞു നമുക്കിപ്പോൾ certain values ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് പ്രോബബിലിറ്റി ഓഫ് എൻ ഇവൻ്റ് ആയിട്ട് വരാൻ ചാൻസസ് ഉള്ളത്? നമ്മൾ പെർസെൻറ്റേജ് വെച്ചും പറയും, ഫ്രാക്ഷൻ ബേസിസിലും പറയും, ഡെസിമൽ വേയിലും നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പം ഡെസിമൽ വേയിൽ പറയുവാണെങ്കിൽ നമുക്കറിയാം എപ്പോഴും പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു P of E ലെസ് ദാൻ ഈക്വൽ ടു 1. ഈ 0യ്ക്കും 1നും ഇടയ്ക്ക് കിടക്കണം. ആൻഡ് 0, 1 ഇൻക്ലൂഡഡ് ആണെന്നും പറഞ്ഞു. അപ്പം പെർസെൻറ്റേജ് രീതിയിലും ഫ്രാക്ഷൻ രീതിയിൽ പറഞ്ഞാലും നമ്മൾ അതിൻ്റെ ഡെസിമൽ ആയിട്ടൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് നോക്കുക 0യ്ക്കും 1നും ഇടയ്ക്കാണോ അത് കിടക്കുന്നതെന്നുള്ളത്. അപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അത് തന്നെയാണ്. ആദ്യത്തെ 459% എന്ന് പറയുമ്പോൾ അതിനെ നമ്മളൊന്ന് ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്ത് 459 divided by 100, what you will get 4.59, which is a greater than 1. അപ്പോൾ അത് പോസിബിൾ കേസ് ആണോ? പ്രോബബിലിറ്റി ഓഫ് ഇവൻറ്റ് എന്ന് പറഞ്ഞ് പറയാൻ പറ്റത്തില്ല. ഇനി അടുത്ത 31/13, അതെന്തായാലും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും അല്ലേ. യു ക്യാൻ ഡു ദ ഡിവിഷൻ. 31/13 ചെയ്ത് കഴിഞ്ഞാൽ 2 point something ആയിരിക്കും വരിക. സോ അതെന്തായാലും ഗ്രേറ്റർ ദാൻ 1 ആണ്. സോ അതും പോസിബിൾ അല്ല. അടുത്ത 41% ചാൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഫ്രാക്ഷൻ ആക്കുമ്പോൾ 41/100 കിട്ടും. എഗെയിൻ ഡെസിമൽ ഫോമിൽ എഴുതുമ്പോൾ 0.41. ഇതെങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂ? ബിറ്റ്വീൻ 0, 1 ഇടയ്ക്ക് കിടക്കത്തില്ലേ? യെസ്. സോ 41% probability of an event occurring കേസ് ആണ്. ഇനി 1.6 ദിസ് ഈസ് അഗെയിൻ ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ അതും എടുക്കാൻ പറ്റത്തില്ല. സോ നമ്മൾ പ്രോബബിലിറ്റി ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജിൽ പറയാം, അല്ലെങ്കിൽ ഫ്രാക്ഷൻ രീതിയിൽ പറയാം, അല്ലെങ്കിൽ ഡെസിമൽ വേയിലും പറയാം. എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാലും നമുക്ക് ഫ്രാക്ഷൻ രീതിയിലാണെങ്കിലും പെർസെൻറ്റേജ് ഫോമിലാണെങ്കിലും ജസ്റ്റ് അതിനെ ഒന്ന് നമ്മുടെ ഡെസിമൽ ഫോമിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് ചെക്ക് ചെയ്യുക ബിറ്റ്വീൻ 0 and 1 ആണോ എന്നുള്ളത്. അതായിരിക്കും എപ്പോഴും നമുക്ക് സേഫായിട്ട് ചെക്ക് ചെയ്യാനും
എല്ലാം ഒരു എളുപ്പമായിട്ടുള്ളത്. സോ അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ കണ്ടതിൽ 41% ആണ് നമ്മുടെ ആൻസർ, ബിക്കോസ് 41% is equivalent to 0.41 and that value is between 0 and 1. Understood? നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ഡൈസിൻ്റെ പ്രോബ്ലം നമ്മൾ നേരത്തെ കണ്ടു. അപ്പോൾ ആ ഒരു 6-sided ഡൈ ആണ്. അതിൽ ആദ്യത്തെ ചോദ്യം, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സ്കോർ ഈസ് ആൻ ഈവൻ നമ്പർ. ഈവൻ നമ്പർ കിട്ടാനുള്ള ചാൻസസ് നമുക്കറിയാം. നമ്മുടെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എന്താണ്? 1 2 3 4 5 6 ആണല്ലോ. അതിൽ ഈവൻ നമ്പർ കിട്ടാനുള്ള എത്ര ചാൻസസ് ഉണ്ട്? 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്. അതായത് ടോട്ടൽ എത്രയായിരിക്കും? പി ഓഫ് ഇവൻ എന്ന് ഞാൻ എഴുതുവാണേ, ബിക്കോസ് വി ആർ ചെക്കിങ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ സ്കോർ ദാറ്റ് ഈസ് എൻ ഈവൻ നമ്പർ. അപ്പോൾ പി ഓഫ് ഇവൻ എന്ന് പറയുന്നത് എത്ര എണ്ണം ഉണ്ട്? 2 4 6 3 ഫേവറബിൾ ഔട്ട്കംസ് ഉണ്ട് അല്ലേ? അതിൻ്റെ കൗണ്ടാണ് വേണ്ടിയത്. 3 ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡ് ബൈ ടോട്ടൽ 6 ആണ്. സോ 3/6 വിൽ ഗീവ് യു 1/2. അതായത് ഈവൻ നമ്പർ ഒക്കർ ചെയ്യാനുള്ള ചാൻസ് എത്രയാണ്? 1/2. ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് പറയുവാണെങ്കിൽ ദർ ഇസ് എ 50% ചാൻസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഇവിടെ ശ്രദ്ധിച്ചോ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2, അതായത് 2 ഇൻക്ലൂഡഡ് ആണ്. അപ്പം സാമ്പിൾ സ്പേസിൽ നോക്കിക്കഴിഞ്ഞാൽ 2 ഒരു പോസിബിൾ ഔട്ട്കം ആണ്, 3 വരും, 4 5 6 ഇത്രയായിരിക്കും നമ്മുടെ പോസിബിൾ ഔട്ട്കംസ് അല്ലേ? അപ്പം നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുന്നത് എത്ര ഫേവറബിൾ ഉണ്ട്? 1 2 3 4 5 5 അല്ലേ? 5 ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാണ്? 6 ആണ്. സോ വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഹിയർ? ഇറ്റ് ഇസ് 5/6. സോ ഇങ്ങനെയാണ് നമ്മൾ പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് എപ്പോഴും അപ്രോച്ച് ചെയ്യേണ്ടത്. സോ ഫേവറബിൾ ഉള്ള നോക്കുക, ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര ഔട്ട്കംസ് ഉണ്ടെന്നുള്ളത്. ഓക്കെ, ഇത് ജസ്റ്റ് ഇത്രയേ ഉള്ളൂ സംഭവം. ക്വസ്റ്റ്യൻ കണ്ടൊന്നും പേടിക്കണ്ട. ഒരു സേഫ്റ്റി റീസൺസിന് വേണ്ടി ഡിഫറെൻറ്റ് കളർ കോഡഡ് ഹെൽമെറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ലേബേഴ്സ് ലാസ്റ്റ് ഫ്രൈഡേയിൽ ആ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ പ്രസൻ്റ് ആയവരുടെ ഒരു ചാർട്ടാണ് കാണിക്കുന്നത് ലാസ്റ്റ് ഫ്രൈഡേ. അപ്പോൾ ആ ഒരു സൈറ്റിൽ വന്നവരാരൊക്കെ ഉണ്ട് എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ചാർട്ടാണ്. അപ്പോൾ അതിൻ്റെ ബ്ലാക്ക് റെപ്രസെൻ്റ് ചെയ്യുന്ന സൂപ്പർവൈസേഴ്സിൻ്റെയാണ്. ആൻഡ് 5 പേരുണ്ടായിരുന്നു ആ ഫ്രൈഡേയിൽ. ഇനിയും യെല്ലോ ധരിക്കുന്നത് സിഗ്നലേഴ്സ് ആണ്, അവർ 18 പേരുണ്ടായിരുന്നു. വൈറ്റ് ക്യാപ്പ് ധരിച്ചിരിക്കുന്നത് സൈറ്റ് മാനേജേഴ്സിന് കൊടുക്കുന്നതാണ്. സോ ആൻഡ് ഒരാളെ ഉള്ളായിരുന്നു. പിന്നെ ബ്ലൂ ആക്ച്വലി വിസിറ്റർ അല്ലെങ്കിൽ അതേഴ്സായിട്ട് വരുന്ന ആൾക്കാർ, ദാറ്റ് ഇസ് 16 ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് എ വർക്കർ ചോസൺ അറ്റ് റാൻഡം ലാസ്റ്റ് ഫ്രൈഡേ വാസ് എ സൂപ്പർവൈസർ. സൂപ്പർവൈസർ ആവാവുന്ന ആ ഒരു പെർട്ടിക്കുലർ ആൾ റാൻഡമായിട്ട് ചൂസ് ചെയ്താൽ ആ ഒരു പെർട്ടിക്കുലർ വർക്കർ സൂപ്പർവൈസർ ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നാണ്. അപ്പം നമുക്കറിയാം ഇവിടെ തന്നിരിക്കുന്ന ഡേറ്റ വെച്ചിട്ട് എത്രയുണ്ട് നമ്മുടെ സൂപ്പർവൈസേഴ്സ് വരുന്നത്. വർക്കറിൽ സൂപ്പർവൈസറിൻ്റെ ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സൂപ്പർവൈസറിൻ്റെ എത്ര ഫേവറബിൾ ഔട്ട്കംസ് ഉണ്ട്? 5 പേരുണ്ട് അല്ലേ? അപ്പോൾ 5 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമുക്ക് ഇങ്ങനെയൊക്കെ ടേബിൾ തരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് ആഡപ്പ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ ആൾക്കാരുടെ കിട്ടും. അപ്പോൾ എത്ര പേരുണ്ടായിരുന്നു ആ സൈറ്റിൽ? 5 + 18 23, 23 + 1 24, 24 + 16 ദാറ്റ് ഈസ് 40, റൈറ്റ്? അപ്പോൾ 40 ആൾക്കാരുണ്ടായിരുന്നു ആ സൈറ്റ് അന്ന് വിസിറ്റ് ചെയ്തേ. സോ ഇതിൻ്റെ താഴെ ആ നമ്പർ അങ്ങ് ഇട്ട് കൊടുക്കുക. സോ 5/40 വിച്ച് അഗെയിൻ വി ക്യാൻ റെഡ്യൂസ് ഇറ്റ് ടു 1/8 അല്ലേ? സോ ദ പ്രോബബിലിറ്റി ദാറ്റ് എ വർക്കർ ചൂസൺ അറ്റ് റാൻഡം ഓൺ ഫ്രൈഡേ വേഴ്സസ് സൂപ്പർവൈസർ എന്ന് പറയുന്നത് എത്രയാണ്? 1/8. ഓക്കെ, സോ അങ്ങനെയാണ്. ഇപ്പം സിറ്റർ ചോദിച്ചാൽ 18/40 എന്നാവും, വിച്ച് ഇസ് അഗെയിൻ 9/20 എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. ഇനി സൈറ്റ് മാനേജർ ചോദിച്ചാലോ 1/40 ആണ്. അത് അത്രയും ലീസ് പ്രോബബിലിറ്റിയാണ് അല്ലേ? 40 പേരിൽ ഒരാൾ മാത്രമാണ് സൈറ്റ് മാനേജർ. ഇനി വിസിറ്റേഴ്സ് ആണെങ്കിലോ 16/40. സോ അപ്പോൾ ഫെയറബിൾ എടുക്കുക, ഡിവൈഡ് ബൈ ടോട്ടൽ എടുക്കുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ സിമ്പിൾ അല്ലേ? അപ്പം നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്താലോ. സോ അപ്പം നമ്മൾ ഈ എൻ്റെ സെക്ഷനിൽ കണ്ടത് പ്രോബബിലിറ്റിയുടെ ബേസിക് ടേംസ് കണ്ടു. ഇനി വാട്ട് ആർ ദ ബേസിക് ഡെഫിനിഷൻസ് റിലേറ്റഡ് ടു പ്രോബബിലിറ്റി, അതിൻ്റെ വാല്യൂസ് എവിടെ റേഞ്ച് വരുന്നത് നമുക്കറിയാം. 0ക്കും 1നും ഇടയ്ക്ക് വരണം, ഇൻക്ലൂഡിങ് 0 and 1. ഡിഫറെൻറ്റ് ഇവൻസിനെ പറ്റി കണ്ടു ആൻഡ് സം പ്രോബ്ലംസും നമ്മൾ കണ്ടു. സോ ഈ ഒരു എൻ്റെ സെക്ഷൻ നിങ്ങൾക്ക് നല്ലതായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ സ്റ്റേ ട്യൂൺ ടു മനോരമ ഹൊറൈസൺ. താങ്ക് യു. Manorama Horizon. Learning made simple.